പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ലാഭവും നഷ്ടവും എന്ന ടോപ്പിക്കാണ്. അതിനകത്തിലെ ഏകദേശം 5 മോഡൽ നമ്മളൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു. അതിനനുസരിച്ചുള്ള കണക്കുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയിൽ 6ാമത്തെ മോഡൽ മുതലാണ് നമ്മൾ പഠിക്കുന്നത്. 6ാമത്തെ മോഡൽ മുതൽ 6, 7, 8, 9, 10 ഏകദേശം 5 മോഡൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓരോ മോഡലും ഡിഫറൻ്റ് ആണ്. ഓരോ മോഡലിൽ വരുന്ന ഇക്വേഷൻസും ഡിഫറൻ്റ് ആണ്. അതുകൊണ്ട് എല്ലാവരും ഫുള്ളായിട്ട് ഈ വീഡിയോ കാണുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതുകൊണ്ട് ഉപകാരമുണ്ടാകത്തുള്ളൂ. ഇതിനകത്ത് നിന്നും വരുന്ന വിവിധ ക്വസ്റ്റ്യൻസും വിവിധ ഇക്വേഷൻസും മനസ്സിലാക്കി വൃത്തിയായിട്ട് പഠിക്കണം. അതിന് ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ 6ാമത്തെ മോഡൽ നോക്കാം. ഒരു ബാഗ് 9600 രൂപയ്ക്ക് വിറ്റപ്പോൾ 20% ലാഭം കിട്ടി എങ്കിൽ ബാഗിൻ്റെ യഥാർത്ഥ വില അല്ലെങ്കിൽ വാങ്ങിയ വില എന്ത്? ഓക്കെ, ഞാൻ ഒരു ബാഗ് വാങ്ങി. ആ ബാഗിൻ്റെ വില ഇനി തന്നിട്ടില്ല, ക്വസ്റ്റ്യൻ തന്നിട്ടില്ല. ഞാനൊരു ബാഗ് വാങ്ങി, X രൂപ കൊടുത്താണ് ഞാനൊരു ബാഗ് വാങ്ങിയത്. ആ ബാഗ് ഞാൻ മറിച്ച് വിറ്റു. ഞാൻ വാങ്ങിയ ബാഗ് എന്ത് ചെയ്തു? മറ്റൊരാൾക്ക് വേണ്ടി ഞാൻ വിറ്റു. ആ വിറ്റ വിലയാണ് 9600 രൂപ. അങ്ങനെ 9600 രൂപയ്ക്ക് ഞാൻ വിറ്റപ്പോൾ എനിക്ക് ഇതിൽ നിന്നും 20% ലാഭം കിട്ടി. 20% എന്ത് കിട്ടി? ലാഭം കിട്ടിയെങ്കിൽ ഞാൻ വാങ്ങിയ വില അല്ലെങ്കിൽ ആ വസ്തുവിൻ്റെ യഥാർത്ഥ വില എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഓക്കെ ആണല്ലോ. അപ്പോൾ എന്താ പറഞ്ഞേക്കുന്നത്? ഞാനൊരു വസ്തു അല്ലെങ്കിൽ ഞാനൊരു ബാഗ് X രൂപയ്ക്ക് വാങ്ങി. ഞാനൊരു ബാഗ് X രൂപയ്ക്ക് വാങ്ങി 20% ലാഭത്തിനാണ് ഞാനത് വിറ്റത്. അങ്ങനെ വിറ്റപ്പോൾ എനിക്ക് 9600 രൂപ കിട്ടിയെങ്കിൽ ഞാൻ എത്ര രൂപയ്ക്കാണ് ആ വസ്തു വാങ്ങിയത് അല്ലെങ്കിൽ ആ ബാഗ് വാങ്ങിയത്? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, കഴിഞ്ഞ മോഡലിൽ തൊട്ട് മുമ്പ് പഠിച്ച മോഡലിൽ 5ാമത്തെ മോഡലിൽ നമ്മളത് വൃത്തിയായിട്ട് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പഠിച്ചായിരുന്നു. അത് തന്നെയാണ്. പക്ഷേ ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടില്ല? വാങ്ങിയ വില തന്നിട്ടില്ല. കഴിഞ്ഞ കണക്കിൽ നമ്മൾ എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? വാങ്ങിയ വില നമുക്കറിയാം, എത്ര ശതമാനം ലാഭം കിട്ടുമെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ വിറ്റ വിലയാണ് നമ്മൾ കഴിഞ്ഞ മോഡലിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഈ മോഡലിൽ എന്താ ചെയ്യേണ്ടത്? ഈ മോഡലിൽ നമ്മൾ വാങ്ങിയ വില നമുക്കറിയില്ല, നമുക്ക് തന്നിട്ടില്ല. വിറ്റ വില തന്നിട്ടുണ്ട്, ലാഭ ശതമാനം തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വാങ്ങിയ വില എന്താണെന്നാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. അതായത് കഴിഞ്ഞ കണക്കിനകത്തുള്ള ഏത് ഇക്വേഷനാണോ നമ്മൾ ഉപയോഗിച്ചത് അതേ ഇക്വേഷൻ തന്നെയാണ് ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആ വീഡിയോ കണ്ട് മനസ്സിലാക്കിയിട്ട് ഇത് കാണുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇത് മനസ്സിലാകത്തുള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് കഴിഞ്ഞ കണക്കിനകത്ത് നമ്മൾ പഠിച്ച ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്കൊന്ന് ചെയ്തു നോക്കാം. എന്താ പറഞ്ഞിരിക്കുന്നത്? ഞാനൊരു വസ്തു X രൂപ നിരക്കിൽ ഞാനൊരു വസ്തു വാങ്ങി, അല്ലെങ്കിൽ ഒരു വസ്തു ഞാൻ X രൂപ കൊടുത്ത് വാങ്ങി 20% ലാഭത്തിൽ വിറ്റു എന്ന് വെച്ച് കഴിഞ്ഞാൽ 20% ലാഭമാണ് നമുക്കുണ്ടായതെങ്കിൽ ഈ 20ൻ്റെ കൂടെ എത്രയും കൂടെ കൂട്ടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ലാഭമാണെങ്കിൽ 100 കൂട്ടണം. ലാഭമാണെങ്കിൽ 100 കൂട്ടണം. നഷ്ടമാണെങ്കിൽ 100ൽ നിന്നും 20 മൈനസ് ചെയ്യണം. അതാണ് നമ്മൾ കഴിഞ്ഞ മോഡലിൽ പഠിച്ചത് അല്ലേ. ഇവിടെ ലാഭമാണ് ഉണ്ടായതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? 20ൻ്റെ കൂടെ 100 കൂട്ടുക, 120 എന്ന് കിട്ടും. 120, അതായത് വാങ്ങിയ വിലയുടെ 120% കാണുക. വാങ്ങിയ വിലയുടെ 120% കാണുക. അങ്ങനെ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന വില വിറ്റ വിലയായിരിക്കും. അതായത് ഇവിടെ വിറ്റ വില എന്ന് പറയുന്നത് 9600 രൂപയാണ് നമ്മൾ വിറ്റ വില. ഓക്കെ, ഇതാണ് നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച ഇക്വേഷൻ. എന്താണ്? വാങ്ങിയ വില ഇൻറ്റു ഇവിടെ ലാഭമാണ് ഉണ്ടായതെങ്കിൽ 100 ആഡ് ചെയ്യണം. അതായത് 20 + 100 120 എന്ന് കാണണം. 120 ഡിവൈഡ് ബൈ 100 എന്ന് വെച്ചാൽ വാങ്ങിയ വിലയുടെ 120% കാണണം. ഓക്കെ, നഷ്ടമാണ് ഉണ്ടാകുന്നതെങ്കിൽ എന്ത് ചെയ്യണം? 100ൽ നിന്നും ആ നഷ്ടം കുറയ്ക്കണം. ഇവിടെ ലാഭമാണ് ഉണ്ടായത്, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? 100 കൂട്ടി. അങ്ങനെ വാങ്ങിയ വിലയുടെ 120% നമുക്ക് കാണണം. അതാണ് 9600 രൂപ. ഇനി എന്ത് ചെയ്യണം? നമുക്ക് X ആണ് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് X ഇവിടെ ഇടുന്നു. X = Xൻ്റെ കൂടെ ഗുണിച്ചിരിക്കുന്ന 120 ഈക്വൽറ്റിൻ്റെ ഇപ്പുറത്ത് പോകുമ്പോൾ ഡിവൈഡ് ആകും. ഇവിടെ ഡിവൈഡ് ചെയ്തേക്കുന്ന 100 ഇപ്പുറത്ത് പോകുമ്പോൾ ഇൻറ്റു ആകും. ഇല്ലെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 9600 ഇൻറ്റു ഇവിടെ 120/100 എന്നുള്ളത് അപ്പുറത്ത് പോകുമ്പോൾ 100/100 ആകും. 100/120 ആകും. 100/120 എന്നാകും. ഓക്കെ, ഈക്വൽ ടുൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യുക? തല തിരിച്ചിടുക.
ഈക്വൽ ടു ഇവിടെ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നതിനെല്ലാം ക്യാൻസൽ ചെയ്യുക, സീറോയും സീറോയും ക്യാൻസൽ ചെയ്ത് പോയി. ദെൻ 960 ഡിവൈഡ് ബൈ 12 ചെയ്യാൻ പറ്റുമെന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ. 12 ഇൻറ്റു 8 96 എന്നുള്ളത് അല്ലേ, അതുകൊണ്ട് നമുക്ക് ക്യാൻസൽ ചെയ്യാം. 12ഉം 96ഉം കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ 8 എന്ന് കിട്ടും. ഇവിടുത്തെ ഒരു സീറോ നമ്മുടെ കയ്യിലുണ്ട്. ദെൻ 80 എന്ന് കിട്ടി. 80 ഇൻറ്റു 100 നമുക്ക് ആൻസർ കിട്ടി 8000. ആൻസർ എത്ര എന്ന് കിട്ടി? 8000. അപ്പോൾ ഞാൻ വാങ്ങിയ വില എന്ന് പറയുന്നത് എത്രയാണ്? 8000 രൂപയാണ്. ക്വസ്റ്റ്യൻ പറഞ്ഞാൽ മനസ്സിലായോ? ഞാൻ എക്സ് രൂപയ്ക്ക് വാങ്ങിയ ഒരു സാധനം 20% ലാഭനിരക്കിൽ 9600 രൂപയ്ക്ക് വിറ്റെങ്കിൽ ഞാൻ വാങ്ങിയ വിലയാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട്, വാങ്ങിയപ്പോൾ നമുക്ക് ലാഭമുണ്ടായി, വിറ്റപ്പോൾ നമുക്ക് ലാഭമാണ് ഉണ്ടായതെങ്കിൽ എന്ത് ചെയ്യുക? ആ ലാഭശതമാനത്തിൻ്റെ കൂടെ 100 കൂട്ടുക. എന്ന് വെച്ചാൽ വാങ്ങിയ വിലയുടെ ഇവിടെ 120% കണ്ടാൽ മതി. വാങ്ങിയ വിലയുടെ 120% എന്ന് പറയുന്നത് വിറ്റ വിലയാണ്, 9600 രൂപയാണ്. ഇനി വാങ്ങിയ വിലയുടെ 20% എങ്ങനെ കണ്ടുപിടിക്കും? വാങ്ങിയ വില ഇൻറ്റു, അതായത് വാങ്ങിയ വില നമുക്കറിയില്ല, അത് എക്സ് എന്നെടുത്തു. എക്സ് ഇൻറ്റു 120 ഡിവൈഡ് ബൈ 100 ഈക്വൽ ടു 9600 എന്ന് കിട്ടി. അത് ചെയ്യുമ്പോൾ നമുക്ക് വാങ്ങിയ വില 8000 എന്ന് കിട്ടി. ഓക്കെ ആണോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒരു സാരി 625 രൂപയ്ക്ക് വിറ്റപ്പോൾ 25% ലാഭമുണ്ടായി എങ്കിൽ ഇവിടെ ബാഗല്ല സാരിയാണ് കേട്ടോ. എങ്കിൽ സാരിയുടെ യഥാർത്ഥ വില എന്ത്? എന്താ പറഞ്ഞേക്കുന്നത്? ഒരു സാരി എക്സ് രൂപയ്ക്ക് ഞാനത് വാങ്ങി, അത് മറിച്ച് വിറ്റപ്പോൾ എനിക്ക് 25% ലാഭമുണ്ടായി. അങ്ങനെ ലാഭമുണ്ടായപ്പോൾ ഞാൻ വിറ്റ വില എന്ന് പറയുന്നത് 625 രൂപയാണെങ്കിൽ ഞാൻ വാങ്ങിയ വില എന്ത്? ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് എന്താ? ഞാൻ എക്സ് രൂപയ്ക്ക് വാങ്ങിയ ഒരു സാധനം 625 രൂപയ്ക്ക് വിറ്റപ്പോൾ എനിക്ക് ലാഭശതമാനമായിട്ട് 25% കിട്ടി. നമ്മളെന്താ പറഞ്ഞേക്കുന്നത്? ലാഭമാണ് ഉണ്ടായതെങ്കിൽ എന്ത് ചെയ്യുക? 100 കൂട്ടണം. 100 + 25 125% എന്ന് വെച്ചാൽ വിലയുടെ, ഇതാണ് നമ്മുടെ വാങ്ങിയ വില അല്ലേ, വാങ്ങിയ വില. ഇത് വിറ്റ വില. ഇത് നമുക്ക് പറയുകയാണെങ്കിൽ ഇങ്ങനെ പറയാം, വാങ്ങിയ വിലയുടെ 125% വിറ്റ വില അല്ലേ. വാങ്ങിയ വിലയുടെ 125% എന്തെന്ന് പറയുന്നത്? വിറ്റ വിലയായ 625. ഇനി വാങ്ങിയ വില ഇൻറ്റു 125% കാണുന്നത് എങ്ങനെയാ? 125 ഡിവൈഡ് ബൈ 100 ഈക്വൽ ടു 625. ഇവിടെ നിന്ന് എക്സ് നമുക്ക് കണ്ടുപിടിക്കണം. എക്സ് ഈക്വൽ ടു 625 ഇൻറ്റു 100 ഡിവൈഡ് ബൈ 125 അല്ലേ. ചെയ്ത് നോക്കിയേ. 125 ഇൻറ്റു 5 ഒന്ന് ചെയ്ത് നോക്കിയേ. 125 ഇൻറ്റു 5 625 അല്ലേ. 125നെ 5 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് 625 കിട്ടും. അതുകൊണ്ട് നമ്മൾ 125ഉം 625ഉം കൂടെ ക്യാൻസൽ ചെയ്തിട്ട് അവിടെ 5 എന്ന് എഴുതുന്നു. 5 ഇൻറ്റു 100 500. ഓക്കെ, അപ്പോൾ 500 രൂപയ്ക്കാണ് നമ്മൾ എന്ത് ചെയ്തത്? ആ സാരി വാങ്ങിയത്. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോക്കിയേ, ഒരു കുട 120 രൂപയ്ക്ക് വിറ്റപ്പോൾ 20% ലാഭമുണ്ടായെങ്കിൽ കുടയുടെ യഥാർത്ഥ വില എന്താ പറഞ്ഞേക്കുന്നത്? ഒരു കുട, ഞാൻ ആ കുടയുടെ യഥാർത്ഥ വില എക്സ് എന്ന് എടുക്കുന്നു. ആ എക്സിൻ്റെ 20% ലാഭനിരക്കിൽ ഞാനത് വിറ്റപ്പോൾ എത്ര രൂപയ്ക്കാണ് വിറ്റത്? 120 രൂപയ്ക്ക് അല്ലേ. ഇവിടെ ലാഭമാണ് ഉണ്ടായതെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ 100 കൂട്ടണം 120%. അതായത് വാങ്ങിയ വിലയുടെ 120% എന്ന് പറയുന്നത് 120 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എക്സ് ഇൻറ്റു 120 ഡിവൈഡ് ബൈ 100 ഈക്വൽ ടു 120. എക്സ് ഈക്വൽ ടു 120 ഇൻറ്റു 120 ഇൻറ്റു 100 ബൈ 120. 120 ക്യാൻസലായി. 1 ഇൻറ്റു 100 100 എന്ന് കിട്ടി. ഓക്കെ, അപ്പം 100 രൂപയാണ് ഈ വസ്തുവിൻ്റെ വാങ്ങിയ വില അല്ലെങ്കിൽ യഥാർത്ഥ വില. ഓക്കെ ആണല്ലോ. 6ാമത്തെ മോഡൽ നല്ല വ്യക്തമായിട്ട് മനസ്സിലായല്ലോ. ഓക്കെ, നമുക്ക് 7ാമത്തെ മോഡലിലേക്ക് പോകാം. എന്താണ്? ഓക്കെ, ഒരു ബാഗ് 400 രൂപയ്ക്ക് വിറ്റപ്പോൾ 100 രൂപ നഷ്ടമുണ്ടായിരുന്നു എങ്കിൽ നഷ്ടശതമാനം എത്രയാണ്? ഓക്കെ ആണോ? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഞാനൊരു ബാഗ്, ആ ബാഗിൻ്റെ യഥാർത്ഥ വില എക്സ് ആണെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ വാങ്ങിയ വില എക്സ് ആണെന്ന് വിചാരിക്കുക. ഈ എക്സ് അല്ലെങ്കിൽ എക്സ് വിലയുള്ള ആ ബാഗ് ഞാൻ 400 രൂപയ്ക്ക് വിറ്റു. 400 രൂപയ്ക്ക് ഞാൻ എന്ത് ചെയ്തു? വിറ്റു. അങ്ങനെ 400 രൂപയ്ക്ക് വിറ്റപ്പോൾ എനിക്ക് 100 രൂപ നഷ്ടം വന്നു. 100 രൂപ എന്ത് ചെയ്തു? നഷ്ടമുണ്ടായി.
ഓക്കെ, ഈ ഒറ്റ വരിയിൽ നിന്ന് നമുക്ക് വാങ്ങിയ വില അല്ലെങ്കിൽ ആ വസ്തുവിൻ്റെ യഥാർത്ഥ വില നമുക്ക് മനസ്സിലാക്കാം അല്ലേ. ഞാനൊരു വസ്തു 400 രൂപയ്ക്ക് വിറ്റപ്പോൾ എനിക്ക് 100 രൂപ നഷ്ടമുണ്ടായി. അങ്ങനെയാണെങ്കിൽ ആ വില എന്തായിരിക്കും? 400 + 100 500 രൂപയായിരിക്കും അല്ലേ. 400 + 100 500 രൂപയായിരിക്കും എൻ്റെ വില എന്ന് പറയുന്നത്. മനസ്സിലായോ പറഞ്ഞത്? എൻ്റെ കയ്യിലിരിക്കുന്നൊരു വസ്തു ഞാനത് 400 രൂപയ്ക്ക് വിറ്റു, അപ്പോൾ എനിക്ക് 100 രൂപ നഷ്ടമുണ്ടായി. അതായത് ആ വസ്തുവിൻ്റെ യഥാർത്ഥ വില എന്ന് പറയുന്നത് എത്ര രൂപയായിരിക്കും? 400 + 100 500 രൂപയായിരിക്കും അല്ലേ. 500 രൂപ വിലയുള്ള ഒരു സാധനം ഞാൻ 400 രൂപയ്ക്ക് വിറ്റ് കഴിയുമ്പോൾ നമ്മൾ പറയും 100 രൂപ നമുക്ക് നഷ്ടമായി. ഓക്കെ ആണോ? അപ്പോൾ വാങ്ങിയ വില എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ വസ്തുവിൻ്റെ യഥാർത്ഥ വില എന്ന് പറയുന്നത് എത്രയായിരിക്കും? 500 രൂപയാണെന്ന് നമുക്ക് മനസ്സിലായി. നമ്മുടെ ചോദിച്ചേക്കുന്നത് നഷ്ടശതമാനമാണ് അല്ലേ. മോഡൽ 1 or 2 നമ്മൾ പഠിച്ചു. നഷ്ടശതമാനം കാണാനുള്ള ഇക്വേഷൻ എന്താ? നഷ്ടശതമാനം ഈക്വൽ ടു നഷ്ടം ഡിവൈഡഡ് ബൈ വാങ്ങിയ വില ഇൻറ്റു 100. ഇതാണ് നഷ്ടശതമാനം അല്ലേ. നഷ്ടം ഇവിടെ എത്രയാണ്? 100 രൂപയാണ് നഷ്ടം അല്ലേ. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 100 രൂപയാണ് നഷ്ടം. ഇനി വാങ്ങിയ വില എന്താണ്? വാങ്ങിയ വില അല്ലെങ്കിൽ വസ്തുവിൻ്റെ യഥാർത്ഥ വില എന്ന് പറയുന്നത് 500 രൂപയാണ്. 500 × 100. ഓക്കെ, എത്ര കിട്ടും നമുക്ക്? 100ഉം 500ഉം കൂടെ ക്യാൻസൽ ചെയ്യാമല്ലേ, 5 എന്ന് കിട്ടും. 100 ഡിവൈഡ് ബൈ 5 എത്ര കിട്ടും? 20% അല്ലേ. അപ്പോൾ 20% നമ്മുടെ എന്ന് പറയുന്നത് നഷ്ടശതമാനം എന്ന് പറയുന്നത് അല്ലേ. എന്താ പറയുന്നത്? നഷ്ടശതമാനം കാണാനുള്ള ഇക്വേഷൻ നഷ്ടം ഡിവൈഡ് ബൈ വാങ്ങിയ വിലയാണ്. നമുക്ക് നഷ്ടം ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. വാങ്ങിയ വില എന്ന് പറയുന്നത് 400 രൂപയ്ക്ക് ഒരു സാധനം വിറ്റപ്പോൾ 100 രൂപ നഷ്ടമുണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വസ്തുവിൻ്റെ വാങ്ങിയ വില 500 രൂപയാണ്. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോക്കിയേ, ഒരു കുട 100 രൂപയ്ക്ക് വിറ്റപ്പോൾ 10 രൂപ നഷ്ടമായിരുന്നു എങ്കിൽ നഷ്ടശതമാനം കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എത്രയായിരുന്നു? നഷ്ടം ലോസ് ഡിവൈഡഡ് ബൈ വാങ്ങിയ വില കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100 അല്ലേ. ഇവിടെ ലോസ് എന്ന് പറയുന്നത് എത്രയാ? 10 രൂപ. ഇനി കോസ്റ്റ് പ്രൈസ് അല്ലെങ്കിൽ വാങ്ങിയ വില എന്ന് പറയുന്നത് എത്ര രൂപയായിരിക്കും? 100 രൂപയ്ക്ക് വിറ്റപ്പോൾ 10 രൂപ നഷ്ടം, അതായത് 100 + 10 അല്ലേ, 110 രൂപയാണ് യഥാർത്ഥ വില അല്ലെങ്കിൽ വാങ്ങിയ വില. അപ്പം 10 ഡിവൈഡ് ബൈ 110 ഇൻറ്റു 100. ഓക്കെ ആണോ? ദെൻ എത്ര കിട്ടും നമുക്ക്? 9 1/11% എന്ന് കിട്ടും. 9 1/11% എന്ന് കിട്ടും. ഓക്കെ ആണോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, എട്ടാമത്തെ മോഡൽ നോക്കിയോ. 10 സാധനങ്ങളുടെ വാങ്ങിയ വില 9 സാധനങ്ങളുടെ വിറ്റ വിലയ്ക്ക് തുല്യമായാൽ ലാഭശതമാനം എത്രയാണ്? എന്താ പറഞ്ഞേക്കുന്നത്? നമ്മളൊരു 10 സാധനം വാങ്ങി അല്ലേ. 10 സാധനം വാങ്ങി, അതിൽ 9 എണ്ണം വിറ്റപ്പോഴത്തേക്ക്, ഞാൻ 10 സാധനങ്ങൾ വാങ്ങി, അതിൽ 9 എണ്ണം വിറ്റപ്പോഴത്തേക്ക് എനിക്ക് എന്ത് കിട്ടി? ആ വാങ്ങിയ കാശ് കിട്ടി. 10 സാധനം വാങ്ങി, അതിൽ 9 സാധനം വിറ്റപ്പോഴത്തേക്ക് എനിക്ക് മുടക്കിയ കാശ് അല്ലെങ്കിൽ ഞാൻ മുടക്കിയ കാശ് എനിക്ക് കിട്ടി. ബാക്കി ഒരു സാധനം അല്ലേ, 10ൽ 9 എണ്ണം വിറ്റു, ബാക്കി ഒരെണ്ണം ഉണ്ടല്ലോ, ഒരെണ്ണം എന്ന് പറയുന്നത് നമുക്ക് ലാഭമാണ്. ആ ഒന്നെന്ന് പറയുന്നത് നമ്മുടെ എന്താണ്? ലാഭമാണ് അല്ലേ. ആ ഒരു വസ്തു, ആ ഒരു സാധനം എന്ന് പറയുന്നത് നമ്മുടെ ലാഭമാണ്. ഇത്രയും ക്ലിയർ ആയല്ലോ. എന്താ പറഞ്ഞേക്കുന്നത്? 10 സാധനങ്ങൾ ഞാൻ വാങ്ങി, അതിൽ 9 എണ്ണം വിറ്റപ്പോഴത്തേക്ക് ഞാൻ 10 എണ്ണം വാങ്ങിയ കാശ് എനിക്ക് കിട്ടി, അതായത് എൻ്റെ മുടക്ക് എനിക്ക് കിട്ടി, മുതൽ മുടക്ക് എനിക്ക് കിട്ടി. ബാക്കി അവശേഷിക്കുന്ന ഒന്നുണ്ടല്ലോ, ഇതെൻ്റെ ലാഭമാണ്. മനസ്സിലായല്ലോ? ഇത്രയും കാര്യം മനസ്സിലായല്ലോ. നമ്മുടെ ചോദിച്ചേക്കുന്ന ലാഭശതമാനമാണ്. എത്ര ശതമാനം ലാഭമാണ് ഉണ്ടായതെന്നാണ് ചോദിച്ചേക്കുന്നത്. ലാഭശതമാനം കാണാനുള്ള ഇക്വേഷൻ എന്തുവാ? ലാഭശതമാനം കാണാൻ എന്താ ഇക്വേഷൻ? പ്രോഫിറ്റ് അല്ലേ. പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. ഓക്കെ, ഇവിടെ പ്രോഫിറ്റ് എത്ര? പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമ്മൾക്ക് അധികം വന്ന ഒരെണ്ണം അല്ലേ, ഒന്നാണ് നമ്മുടെ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ വാങ്ങിയ വില. എത്ര രൂപ എത്ര എണ്ണം വിറ്റപ്പോൾ? 9 എണ്ണം വിറ്റപ്പോൾ നമ്മൾ മുടക്കിയ കാശ് നമുക്ക് കിട്ടിയെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ നമ്മളവിടെ ചിലവാക്കിയ കാശ് അല്ലെങ്കിൽ വാങ്ങിയ കാശ് എന്ന് പറയുന്നത് എത്രയാണ്? 9 എണ്ണം വാങ്ങിയ അല്ലെങ്കിൽ 9 എണ്ണം വിറ്റ കാശാണ് അല്ലേ. അതുകൊണ്ട് 9 1/9 ഇൻറ്റു 100 1/9 ഇൻറ്റു 100 അതാണ് നമ്മുടെ ആൻസർ. ഓക്കെ ആണോ?
ഇത്രയും കാര്യം മനസ്സിലായോ? എന്താ പറഞ്ഞേക്കുന്നത്? 10 സാധനങ്ങൾ ഉണ്ടായിരുന്നു. ആ 10 സാധനങ്ങളിൽ 9 സാധനം വിറ്റപ്പോഴത്തേക്ക് നമുക്ക് മുടക്കിയ കാശ് കിട്ടി. പിന്നെ ഒരെണ്ണം നമ്മുടെ ലാഭമാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ലാഭശതമാനം എന്ന് പറയുന്നത് എന്താണ്? പ്രോഫിറ്റ് ഡിവൈഡ് ബൈ വാങ്ങിയ വില. ഇവിടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1 വാങ്ങിയ വില എന്ന് പറയുന്നത് ഈ 9 സാധനങ്ങൾ വിറ്റ വിലയ്ക്ക് തുല്യമാണ്. അതുകൊണ്ട് നമ്മൾ 9 എന്നെടുത്തു. 1/9 ഇൻറ്റു 100. ഓക്കെ ആണോ? മനസ്സിലായോ പറഞ്ഞത്? ഇനി ഇതൊരു ഇക്വേഷൻ മാതിരി പഠിച്ചു വെച്ചേക്കാനാണെങ്കിൽ ഇത് മനസ്സിലാക്കുക. ഇത് മനസ്സിലായാലോ ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് മനസ്സിലായല്ലോ. ഇനി ഇത് മനസ്സിലാകാത്തവർക്കൊരു ഇക്വേഷൻ മാതിരി കാണാൻ പഠിച്ചു വെച്ചേക്കുക. നോക്കിയേ, ലാഭശതമാനം ഇക്വേഷൻ മാതിരി പഠിച്ചു വെച്ചേക്കുക. ലാഭശതമാനം ഈക്വൽ ടു വ്യത്യാസം ഡിവൈഡഡ് ബൈ വിറ്റ സാധനങ്ങളുടെ എണ്ണം. ഇൻറ്റു 100. ഓക്കെ, ഇക്വേഷൻ പഠിച്ചു വെച്ചേക്കുക. ലാഭശതമാനം ഈക്വൽ ടു വ്യത്യാസം ഡിവൈഡഡ് ബൈ വിറ്റ സാധനങ്ങളുടെ എണ്ണം ഇൻറ്റു 100. ഇത് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ കണക്കിൽ കഴിഞ്ഞ രീതി ചെയ്തതിനകത്തിൽ കിടക്കുന്നത്. ഇതേമാതിരി തന്നെയാണ് കേട്ടോ. അപ്പോൾ വ്യത്യാസം ഡിവൈഡ് ബൈ വിറ്റ സാധനങ്ങളുടെ എണ്ണം ഇൻറ്റു 100, അതാണ് ലാഭശതമാനം. ഓക്കെ, നോക്കിയേ, വ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്താ? 10 സാധനങ്ങൾ വിറ്റപ്പോൾ എനിക്ക് 10 സാധനങ്ങളുടെ വാങ്ങിയ വില എന്ന് പറയുന്നത് 9 സാധനങ്ങളുടെ വിറ്റ് വിലയ്ക്ക് തുല്യമാണെന്ന് പറഞ്ഞു അല്ലേ? അതാണ് അത് തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ എടുക്കേണ്ടത്. 10 - 9 ഡിവൈഡ് ബൈ വിറ്റ സാധനങ്ങളുടെ വില. വിറ്റ സാധനങ്ങൾ എന്ന് പറയുന്നത് എത്രയാ? 9 അല്ലേ? 9 സാധനങ്ങളാണ് വിറ്റത്. വിറ്റ സാധനങ്ങളുടെ എണ്ണം 9 ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 10 - 9 1 ഡിവൈഡ് ബൈ 9 ഇൻറ്റു 100. ഇതല്ലേ നമ്മൾ കഴിഞ്ഞ കണക്കിലും ചെയ്തത്. ഓക്കെ ആണോ? അപ്പോൾ ഇക്വേഷൻ കാണാതെ പഠിച്ചു വെക്കുന്നവർ ഇങ്ങനെ പഠിച്ചു വെച്ചേക്കുക, മനസ്സിലാക്കി പഠിക്കുന്നവർ മറ്റു രീതിയും പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, 25 സാധനങ്ങളുടെ വില 20 സാധനങ്ങളുടെ വിറ്റ വിലയ്ക്ക് തുല്യമായാൽ ലാഭശതമാനം എത്രയാണ്? എന്താ പറഞ്ഞേക്കുന്നത്? 25 സാധനങ്ങളുണ്ട്. ആ വാങ്ങിയ വില 20 സാധനങ്ങളുടെ വിറ്റ വിലയ്ക്ക് തുല്യമാണ്. ഞാൻ 25 സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി കുറച്ച് കാശ് ചിലവാക്കി. അത് ഞാൻ 20 സാധനങ്ങൾ വിറ്റപ്പോഴത്തേക്ക് എനിക്കതിൽ നിന്നും എന്തുണ്ടായി? ആ മുടക്കിയ കാശ് എനിക്ക് കിട്ടി. ബാക്കി 5 സാധനങ്ങളുണ്ടല്ലേ? 25-നകത്ത് ബാക്കി 5 സാധനങ്ങളുണ്ടല്ലോ, അതെൻ്റെ ലാഭമാണ്. അപ്പോൾ 5 എന്ന് പറയുന്നത് എൻ്റെ പ്രോഫിറ്റാണ്. 5 എന്ന് പറയുന്നത് എന്താണ്? എൻ്റെ പ്രോഫിറ്റാണ്. 20 എന്ന് പറയുന്നതാണ് ഞാൻ മുടക്കിയ കാശ് അല്ലേ? അല്ലെങ്കിൽ ഞാൻ വാങ്ങിയ കാശ്, അല്ലെങ്കിൽ എൻ്റെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 20 ഓക്കെ ആണല്ലോ. ഇനി എന്താണ് നമ്മുടെ ലാഭശതമാനം കാണാനുള്ള ഇക്വേഷൻ? പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ വാങ്ങിയ വില ഇൻറ്റു 100. പ്രോഫിറ്റ് ഡിവൈഡ് ബൈ വാങ്ങിയ വില ഇൻറ്റു 100. ഇവിടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 5, വാങ്ങിയ വില എന്ന് പറയുന്നത് 20 ഇൻറ്റു 100. ഓക്കെ, 0 0 ക്യാൻസലായി. 2ഉം 10ഉം കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ 5 എന്ന് കിട്ടി. 5 × 5 25% എന്ന് കിട്ടി. 25% എന്ന് കിട്ടി. ഓക്കെ ആണോ? ഇനി നമ്മുടെ ഇക്വേഷൻ അനുസരിച്ച് എന്താ പറഞ്ഞത്? വ്യത്യാസം എന്ന് പറഞ്ഞാൽ എത്ര? 20ഉം 25ഉം തമ്മിലുള്ള വ്യത്യാസം. 25ഉം വാങ്ങിയ വിലയും വിറ്റ സാധനങ്ങളുടെ എണ്ണവും തമ്മിലുള്ള വ്യത്യാസം. 20 25 - 20 ഡിവൈഡഡ് ബൈ വിറ്റ സാധനങ്ങളുടെ എണ്ണം. എത്ര എണ്ണമാണ് വിറ്റത്? 20 അല്ലേ? 20 ഇൻറ്റു 100. ഇതാണ് നമ്മുടെ ഇക്വേഷൻ അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻ. ദെൻ 25 - 20 എന്ന് പറയുന്നത് 5. 5 ഡിവൈഡ് ബൈ 20 ഇൻറ്റു 100. 5 × 5 25%. ഓക്കെ ആണോ? നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഏത് രീതിയാണോ ആ രീതി അനുസരിച്ച് പഠിച്ചോളൂ. അടുത്ത ക്വസ്റ്റ്യനും കൂടെ നോക്കിയേ. 80 ഓറഞ്ചുകളുടെ വാങ്ങിയ വില 60 ഓറഞ്ചുകളുടെ വിറ്റ വിലയ്ക്ക് തുല്യമായ ലാഭശതമാനം എന്ത്? നോക്കിയേ, 80 ഓറഞ്ച് ഉണ്ടായിരുന്നു. അതിൽ 60 വിറ്റപ്പോഴത്തേക്ക് എനിക്ക് മുടക്കിയ മുതൽ കിട്ടിയല്ലേ? CP എന്ന് പറയുന്ന കോസ്റ്റ് പ്രൈസ് കിട്ടി. ബാക്കി 20 എൻ്റെ ലാഭമാണ്. അതെന്ന് പറയുന്നത് എൻ്റെ പ്രോഫിറ്റ് ആണല്ലേ? ഇവിടെ ലാഭശതമാനം എന്ന് പറയുന്നത് എന്താണ്? ലാഭശതമാനം ഈക്വൽ ടു പ്രോഫിറ്റ് ഡിവൈഡ് ബൈ CP ഇൻറ്റു 100. പ്രോഫിറ്റ് എന്ന് പറയുന്നത് 20, കോസ്റ്റ് പ്രൈസ് എന്ന് വെച്ചാൽ 60 ഇൻറ്റു 100. 0 0 ക്യാൻസൽ ചെയ്തു. 6ഉം 10ഉം കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 5, ഇവിടെ 3. 20 × 5
100 എന്ന് കിട്ടും. 100/3 ആൻസർ കിട്ടും 33 1/3% എന്ന ആൻസർ കിട്ടും. ഓക്കെ ആണോ? ഇനി ഇക്വേഷൻ അനുസരിച്ച് എന്താ നമ്മൾ പറഞ്ഞത്? വ്യത്യാസം ഡിവൈഡ് ബൈ വിറ്റ സാധനങ്ങളുടെ എണ്ണം ഇൻറ്റു 100. അതാണ് നമ്മുടെ ഇക്വേഷൻ. ഓർത്ത് വെച്ചേക്കുക. വ്യത്യാസം ഡിവൈഡ് ബൈ വിറ്റ സാധനങ്ങളുടെ എണ്ണം ഇൻറ്റു 100. വ്യത്യാസം എന്ന് പറയുന്നത് 80 ഓറഞ്ചുകളുടെ വാങ്ങിയ വില 60 ഓറഞ്ചുകളുടെ വിറ്റ വിലയ്ക്ക് തുല്യമാണ്. അത് തമ്മിലുള്ള വ്യത്യാസം 80 - 60 ഡിവൈഡ് ബൈ, ഇനി വിറ്റ ഓറഞ്ചുകളുടെ എണ്ണം എത്രയാണ്? 60 ആണ് അല്ലേ, ഇൻറ്റു 100. ഓക്കെ, എത്ര കിട്ടും? 20 ഡിവൈഡ് ബൈ 60 ഇൻറ്റു 100. 0 0 ക്യാൻസൽ ചെയ്തു. 6ഉം 10ഉം ഇവിടെ 5 കിട്ടും, ഇവിടെ 3 കിട്ടും. ഈ 100 ഡിവൈഡ് ബൈ 3 = 33 1/3% എന്ന് ആൻസർ കിട്ടും. ഓക്കെ ആണല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 110 ഓറഞ്ചുകളുടെ വാങ്ങിയ വില 120 ഓറഞ്ചുകളുടെ വിറ്റ വിലയ്ക്ക് തുല്യമായാൽ നഷ്ടശതമാനം എത്രയാണ്? ഇവിടെ നോക്കിയേ, ഞാൻ 110 ഓറഞ്ചാണ് വാങ്ങിയത്. ഞാൻ വാങ്ങിയ ഓറഞ്ച് എന്ന് പറയുന്നത് 110 പക്ഷേ ആ വില കിട്ടാൻ വേണ്ടി ഞാൻ എത്ര ഓറഞ്ച് വിറ്റു? 120 ഓറഞ്ചുകളാണ് ഞാൻ വിറ്റത് അല്ലേ. 10 എണ്ണം അധികമായിട്ട് ഞാൻ വിറ്റു. മനസ്സിലായോ? ക്വസ്റ്റ്യൻ പറഞ്ഞാൽ മനസ്സിലായോ? എന്താ പറഞ്ഞേക്കുന്നത്? എൻ്റെ 110 ഓറഞ്ച് ഉണ്ടായിരുന്നു. അല്ല സോറി, ഞാൻ 110 ഓറഞ്ച് വാങ്ങി. ഞാൻ 110 ഓറഞ്ച് വാങ്ങി. പക്ഷേ ആ വില കിട്ടാൻ, അല്ലെങ്കിൽ ആ വാങ്ങിയ മുതൽ മുടക്ക് കിട്ടാൻ ഞാൻ എന്ത് ചെയ്തു? 120 എണ്ണം വിൽക്കേണ്ടി വന്നു അല്ലേ. എത്ര എണ്ണം അധികമായിട്ട് വിറ്റത്? അധികമായിട്ട് വിറ്റത് 10 എണ്ണം. ഈ 10 എണ്ണം ഞാൻ അധികമായിട്ട് വിൽക്കേണ്ടി വന്നു. അപ്പോഴാണ് ഞാൻ മുടക്കിയ കാശ് എനിക്ക് കിട്ടിയത്. അതായത് ഈ 10 എണ്ണം എന്ന് പറയുന്നത് എൻ്റെ ലോസാണ്, എനിക്കുണ്ടായ നഷ്ടമാണ്. 10 എണ്ണം എൻ്റെ എന്ത് ചെയ്തു? അധികമായിട്ട് പോകേണ്ടി വന്നു, നഷ്ടപ്പെടേണ്ടി വന്നു. മനസ്സിലായോ? ഇവിടെ മുതൽ മുടക്കിയത് എത്ര രൂപയാണ്? 120 ഓറഞ്ച്, അല്ലെങ്കിൽ 120 ഓറഞ്ചുകൾ വിറ്റ വിലയാണ് ഞാൻ എന്ത് ചെയ്തത്? മുടക്കിയത്. 120 ഓറഞ്ചുകൾ വിറ്റപ്പോഴാണ് ഞാൻ മുടക്കിയ കാശ് എനിക്ക് കിട്ടിയത്. അതിൽ 10 എണ്ണം എൻ്റെ നഷ്ടവും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നഷ്ടശതമാനം കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ലോസ് ഡിവൈഡ് ബൈ വാങ്ങിയ വില ഇൻറ്റു 100. ഇവിടെ ലോസ് എന്ന് പറയുന്നത് എത്രയാണ്? ഈ 10 എണ്ണമാണ് എൻ്റെ നഷ്ടം. ഞാൻ വാങ്ങിയ വില കിട്ടാൻ വേണ്ടി ഞാൻ 120 എണ്ണം വിൽക്കേണ്ടി വന്നു, ഇൻറ്റു 100. ഓക്കെ ആണോ? 0 0 ക്യാൻസൽ ചെയ്ത് ഇവിടെ 6, ഇവിടെ 5. ക്യാൻസൽ ചെയ്താൽ 5 3 25 ഡിവൈഡഡ് ബൈ 3 എന്ന ആൻസർ കിട്ടും. 25 ഡിവൈഡ് ബൈ 3 എത്ര കിട്ടും? 8 1/3% എന്ന് കിട്ടും. മനസ്സിലായോ? എന്താ പറഞ്ഞേക്കുന്നത്? ലോസ് എന്ന് പറയുന്നത് ഇവിടെ 110 ഓറഞ്ചുകളുടെ വാങ്ങിയ വില എന്ന് പറയുന്നത് 120 എണ്ണം വിറ്റപ്പോഴാണ് എനിക്ക് കിട്ടിയത്. അതായത് 10 എണ്ണം അധികം എന്ത് ചെയ്തു? നമ്മൾ വിൽക്കേണ്ടി വന്നു. ആ 10 എണ്ണം എന്ന് പറയുന്നത് നമ്മുടെ നഷ്ടമാണ് അല്ലേ. അപ്പം നഷ്ടം ഡിവൈഡഡ് ബൈ വാങ്ങിയ വില. വാങ്ങിയ വില എന്ന് പറയുന്നത് 120 ഓറഞ്ച് വിറ്റ വിലയ്ക്ക് തുല്യമാണ്. അപ്പം 120 ഇൻറ്റു 100. അതാണ് നമുക്ക് ചെയ്യേണ്ടത്. ഇനി ഇതിൻ്റെ ഇക്വേഷനാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം? കഴിഞ്ഞ ഇക്വേഷൻ പഠിച്ചതുപോലെ തന്നെ പഠിക്കുക. എന്താ? നഷ്ടശതമാനം, ലോസ് പെർസെൻറ്റേജ്. നഷ്ടശതമാനം = വ്യത്യാസം ഡിഫറൻസ്, വ്യത്യാസം ഡിവൈഡഡ് ബൈ വിറ്റ സാധനങ്ങളുടെ എണ്ണം അല്ലേ. വിറ്റ സാധനങ്ങളുടെ എണ്ണം ഇൻറ്റു 100. ഇവിടെ വ്യത്യാസം എന്ന് പറയുന്നത് 120ഉം 110ഉമാണ് അല്ലേ. വ്യത്യാസം എത്ര വന്നു? 10 വന്നു. 10 ഡിവൈഡ് ബൈ വിറ്റ സാധനങ്ങൾ എന്ന് പറയുന്നത് 120 ഇൻറ്റു 100. ഓക്കെ ആണോ? ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 8 1/3% എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ? ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇത് നോക്കിയേ, 40 സാധനങ്ങളുടെ വാങ്ങിയ വില 50 സാധനങ്ങളുടെ വിറ്റ വിലയ്ക്ക് തുല്യമായാൽ നഷ്ടശതമാനം എത്രയാണ്? എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്? 40 വാങ്ങിയ വില എന്ന് പറയുന്നത് എത്രയാ? 50 വിറ്റ വിലയ്ക്ക് തുല്യമാണ്. അതായത് എൻ്റെ കയ്യിൽ നിന്നും എക്സ്ട്രാ എത്ര എണ്ണം പോയി? 10 എണ്ണം എനിക്ക് നഷ്ടപ്പെടേണ്ടി വന്നു. അതാണ് എൻ്റെ ലോസ്. ഈ 50 എണ്ണമാണ് CP അല്ലെങ്കിൽ വാങ്ങിയ വില. ഇത് വെച്ച് നഷ്ടശതമാനം എന്ന് പറയുന്നത് ലോസ് ഡിവൈഡ് ബൈ വാങ്ങിയ വില ഇൻറ്റു 100. നമ്മൾ മോഡൽ 1-ലോ 2-ലോ പഠിച്ച ഇക്വേഷനാണ്. അത് ലോസ് = 10 നമ്മുടെ നഷ്ടം. ലോസ് ഡിവൈഡ് ബൈ വാങ്ങിയ വില 50 ഇൻറ്റു 100. ക്യാൻസൽ ചെയ്ത് 2 × 10 20 എന്ന് കിട്ടും. 20%.
ഇനി നമ്മുടെ ഇക്വേഷൻ അനുസരിച്ച് നമ്മൾ ചെയ്യുവാണെങ്കിൽ എന്ത് പറയും? വ്യത്യാസം എന്ന് വെച്ചാൽ 40ഉം 50ഉം തമ്മിലുള്ള വ്യത്യാസം 10, വ്യത്യാസം ഡിവൈഡ് ബൈ വിറ്റ സാധനങ്ങളുടെ എണ്ണം 50 ഇൻറ്റു 100 അല്ലേ? ഇവിടെ ചെയ്യുമ്പോഴും നമുക്ക് എത്ര കിട്ടും? 20% എന്ന് കിട്ടും. ഓക്കെ ആണോ? ഓക്കെ, അടുത്ത മോഡൽ നോക്കിയേ. 21 സാധനങ്ങളുടെ വാങ്ങിയ വില 18 സാധനങ്ങളുടെ വിറ്റ വിലയ്ക്ക് തുല്യമായാൽ ലാഭശതമാനം എത്രയാണ്? ഇവിടെ ലാഭമാണ് ഉണ്ടായത് അല്ലേ? 21 സാധനം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, ഞാനത് 18 വിറ്റപ്പോഴത്തേക്ക് എൻ്റെ വിറ്റ കാശ് കിട്ടി, മുടക്കിയ കാശ് കിട്ടി. ബാക്കി അവശേഷിക്കുന്ന 3 എന്ന് പറയുന്നത് എൻ്റെ എന്താണ്? ലാഭമാണ്, എനിക്ക് കിട്ടുന്ന ലാഭമാണ് അല്ലേ? അപ്പോൾ 3 പറയുന്നത് നമ്മുടെ പ്രോഫിറ്റാണ്. ദെൻ 18 പറയുന്നത് നമ്മൾ മുടക്കിയ കാശാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ലാഭശതമാനം പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് എത്ര കിട്ടും നമുക്ക്? പ്രോഫിറ്റ് ഡിവൈഡ് ബൈ CP ഇൻറ്റു 100. ഇവിടെ പ്രോഫിറ്റ് എത്ര കിട്ടി നമുക്ക്? 3 കിട്ടി. ഇവിടെ ചിലവാക്കുന്ന കാശ് 18 ഇൻറ്റു 100 അല്ലേ? 3ഉം 18ഉം കൂടെ ക്യാൻസൽ ചെയ്താൽ നമുക്ക് 6 കിട്ടും. 100 ഡിവൈഡ് ബൈ 6 എന്ന് പറയുന്നത് എത്ര കിട്ടും? 16 2/3 കിട്ടും അല്ലേ? 16 2/3 എന്ന് കിട്ടി. ഓക്കെ ആണോ? ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ? ചെയ്യുന്ന രീതി മനസ്സിലായല്ലോ? ഓക്കെ, 2 രീതി പഠിച്ചിട്ടുണ്ട്. ഇതിൽ ഏതാണോ നിങ്ങൾക്ക് മനസ്സിലായത് ആ രീതി ഉപയോഗിച്ച് ചെയ്യുക. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? അടുത്ത മോഡൽ നോക്കിയേ. 9 സാധനങ്ങൾ വിറ്റപ്പോൾ ഒരെണ്ണത്തിൻ്റെ വാങ്ങിയ വില ലാഭമായി കിട്ടി. ഒരെണ്ണത്തിൻ്റെ വാങ്ങിയ വില എനിക്ക് എന്തായിട്ട് കിട്ടി? ലാഭമായിട്ട് കിട്ടി. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരെണ്ണത്തിൻ്റെ വാങ്ങിയ വില 2 രീതിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മോഡൽ 9ഉം മോഡൽ 10ഉം രണ്ടും ഒരേപോലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷേ ഇതിനകത്തിൽ ശ്രദ്ധിക്കേണ്ടത് 9 സാധനങ്ങൾ വിറ്റപ്പോൾ ഒരെണ്ണത്തിൻ്റെ വാങ്ങിയ വില ലാഭമായിട്ട് കിട്ടി. ഒരെണ്ണത്തിൻ്റെ വാങ്ങിയ വില ലാഭമായി കിട്ടിയെങ്കിൽ ലാഭശതമാനം ഇക്വേഷൻ പഠിച്ചു വെച്ചേക്കുക. സാധനങ്ങൾ വിൽക്കുമ്പോൾ എന്താ പറഞ്ഞേക്കുന്നത്? സാധനങ്ങൾ വിൽക്കുമ്പോൾ സാധനങ്ങളുടെ വാങ്ങിയ വില ലാഭമായി കിട്ടിയാൽ, മനസ്സിലായോ? 9 സാധനങ്ങൾ വിറ്റപ്പോൾ ഒരെണ്ണത്തിൻ്റെ വാങ്ങിയ വില ലാഭമായി കിട്ടി. അതായത് സാധനങ്ങൾ വിൽക്കുമ്പോൾ സാധനങ്ങളുടെ വാങ്ങിയ വില ലാഭമായി കിട്ടിയാൽ ലാഭശതമാനം പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് B/A ഇൻറ്റു 100 ആണ്. B/A ഇൻറ്റു 100 ആണ്. എന്താ പറഞ്ഞേക്കുന്നത്? ഒന്നും കൂടെ ഇക്വേഷൻ പറഞ്ഞു നോക്കിക്കേ. സാധനങ്ങൾ വിൽക്കുമ്പോൾ സാധനങ്ങളുടെ വാങ്ങിയ വില ലാഭമായി കിട്ടിയാൽ ലാഭശതമാനം B/A ഇൻറ്റു 100 ആണ്. ഇവിടെ 9 സാധനങ്ങൾ വിറ്റപ്പോൾ ഒരെണ്ണത്തിൻ്റെ വാങ്ങിയ വില ലാഭമായി കിട്ടിയെങ്കിൽ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് B/A 1/9 ഇൻറ്റു 100 ആയിരിക്കും. 1/9 ഇൻറ്റു 100 ആയിരിക്കും. ആൻസർ നമുക്ക് 1/9% എന്ന് കിട്ടി. ഓക്കെ ആണോ? ഇക്വേഷൻ ഉപയോഗിച്ച് സിമ്പിൾ അല്ലേ? എന്താ പറഞ്ഞേക്കുന്നത്? സാധനങ്ങൾ വിൽക്കുമ്പോൾ സാധനങ്ങളുടെ വാങ്ങിയ വില, അത് ശ്രദ്ധിക്കണം, വാങ്ങിയ വില ലാഭമായി കിട്ടിയെങ്കിൽ ലാഭശതമാനം കാണുന്ന രീതി. ഓക്കെ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, 5 സാധനങ്ങൾ വിറ്റപ്പോൾ ഒരെണ്ണത്തിൻ്റെ വാങ്ങിയ വില ലാഭമായി കിട്ടിയെങ്കിൽ ലാഭശതമാനം. എങ്ങനെയാണ് നമ്മൾ പഠിച്ചത്? സാധനങ്ങൾ വിൽക്കുമ്പോൾ സാധനത്തിൻ്റെ വാങ്ങിയ വില, അത് ശ്രദ്ധിച്ചോണം, വാങ്ങിയ വില ലാഭമായി കിട്ടിയാൽ ലാഭശതമാനം എന്ന് പറയുന്നത് എന്തായിരുന്നു? B/A ഇൻറ്റു 100 ആയിരുന്നു അല്ലേ? ഇവിടെ B എന്ന് പറയുന്നത് 1 A എന്ന് പറയുന്നത് 5 ആണ് അല്ലേ? 1/5 ഇൻറ്റു 100. ആൻസർ കിട്ടും 20%. ഓക്കെ ആണോ? മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 80 സാധനങ്ങൾ വിറ്റപ്പോൾ 10 വാങ്ങിയ വില ലാഭമായി കിട്ടി. സാധനങ്ങൾ വിൽക്കുമ്പോൾ സാധനങ്ങളുടെ വാങ്ങിയ വില ലാഭമായി കിട്ടിയെങ്കിൽ ലാഭശതമാനം എന്ന് പറയുന്നത് B/A ഇൻറ്റു 100 ആണ്. B എന്ന് പറയുന്നത് 10, A എന്ന് പറയുന്നത് 80 ഇൻറ്റു 100. ഓക്കെ, ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നത് ക്യാൻസൽ ചെയ്തേ. 4, ഇവിടെ 5, ഇവിടെ 2, ഇവിടെ 5. 25 ഡിവൈഡ് ബൈ 2 എന്ന് കിട്ടും. 12 1/2% എന്ന ആൻസർ കിട്ടും. 12 1/2%. ഓക്കെ ആണോ? ഓക്കെ,
അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. നമ്മൾ പറഞ്ഞ 9-ാമത്തെയും 10-ാമത്തെയും ക്വസ്റ്റ്യൻ തമ്മിൽ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. എന്താ? സാധനങ്ങൾ വിറ്റപ്പോൾ ഇവിടെ 9 സാധനങ്ങൾ വിറ്റപ്പോൾ ഒരെണ്ണത്തിൻ്റെ വിറ്റ വില ലാഭമായി കിട്ടി. കഴിഞ്ഞ കണക്ക് വരെ നമ്മൾ ഒരെണ്ണത്തിൻ്റെ വാങ്ങിയ വില ലാഭമായി കിട്ടിയെന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ? ഇവിടെ ക്വസ്റ്റ്യൻ മാറി. എന്താ? സാധനങ്ങൾ വിറ്റപ്പോൾ ബി സാധനത്തിൻ്റെ വിറ്റ വില നമുക്ക് എന്ത് ചെയ്തു? ലാഭമായി കിട്ടിയെങ്കിൽ ലാഭശതമാനം പ്രോഫിറ്റ് പെർസെൻറ്റേജ് കാണാൻ എന്ത് ചെയ്യണം? പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഈക്വൽ ടു B/A-B/100. മനസ്സിലായോ? തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? കഴിഞ്ഞ കണക്ക് എന്താ പറഞ്ഞിരിക്കുന്നത്? സാധനങ്ങൾ വിൽക്കുമ്പോൾ എണ്ണത്തിൻ്റെ വാങ്ങിയ വില ലാഭമായി കിട്ടിയെങ്കിൽ ലാഭശതമാനം B/A/100. ഇവിടെ പറഞ്ഞേക്കുന്നത് സാധനങ്ങൾ വിൽക്കുമ്പോൾ സാധനത്തിൻ്റെ വിറ്റ വില ലാഭമായി കിട്ടിയെങ്കിൽ ലാഭശതമാനം B/A-B/100. ഇക്വേഷനിനകത്തോട്ട് ഇട്ട് കൊടുത്തേ. B എന്ന് പറയുന്ന 1 ആണ്, A എന്ന് പറയുന്നത് 9, B എന്ന് പറയുന്ന 1 × 100. ആൻസർ 1/8 × 100 ഈക്വൽ ടു 12 1/2% എന്ന് കിട്ടി. 12 1/2% എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 70 കസേര വിറ്റപ്പോൾ 10 എണ്ണത്തിൻ്റെ വിറ്റ വില ലാഭമായി കിട്ടി. ഇക്വേഷൻ എന്താ വരുന്നത്? B/A-B/100 അല്ലേ? B എന്ന് പറയുന്നത് 10 ആണ്, A-B 70 - 10 60 എന്ന് കിട്ടും അല്ലേ? 60 × 100 ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 50/3 എത്ര കിട്ടും? 16 2/3% എന്ന് കിട്ടും. 16 2/3%. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. 50 പേനകൾ വിറ്റപ്പോൾ 10 എണ്ണത്തിൻ്റെ വിറ്റ വില ലാഭമായി കിട്ടിയെങ്കിൽ ലാഭശതമാനം. പേനകൾ വിൽക്കുമ്പോൾ ബി സാധനങ്ങളുടെ വിറ്റ വില ലാഭമായി കിട്ടിയാൽ ഇക്വേഷൻ B/A-B/100. ഓക്കെ, ഇവിടെ B എന്ന് പറയുന്ന 10 ആണ്, A എന്ന് പറയുന്നത് 50 ആണ്. അപ്പോൾ 10/50 - 10 40 × 100. ഓക്കെ, 0 0 ക്യാൻസൽ ചെയ്ത് 4ഉം 10ഉം കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 5 എന്ന് കിട്ടും, ഇവിടെ 2 എന്ന് കിട്ടും. 2ഉം 10ഉം കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 5 കിട്ടും. 5 × 5 25%. ഓക്കെ ആണല്ലോ? ആൻസർ മനസ്സിലായല്ലോ? എങ്ങനെ ചെയ്യുന്ന രീതി മനസ്സിലായല്ലോ? അങ്ങനെ നമ്മൾ 10 മോഡൽ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ 5 മോഡൽ ചെയ്തു, ഈ വീഡിയോയിൽ 5 മോഡൽ ചെയ്തു. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയുമായി വരുന്നവരെ ബൈ.